വെൽക്കം ബാക്ക് ടു ജിനോ ടെക് വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഫോൺ എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിൽ ഒരു നാഴികക്കല്ലാണ്. ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ഒരു ഫോൺ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഈ ഒരു ഫോണായിരിക്കും. കാരണം അമ്മാതിരി സ്പെക്ക് കുത്തി നിറച്ച് വെച്ചേക്കാണ്. ഒരാൾ പോലും ഒരു സ്പെക്കിൻ്റെ പേരിൽ ഈ ഒരു ഫോണിനെ കുറ്റം പറയരുത് എന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടാണ് തോന്നുന്നുണ്ട് ഈ ഒരു ഫോൺ ഇറക്കിയത്. ഈ അൾട്രാ ഫോണുകളില്ലേ, സാംസങ്ങിൻ്റെ S26 അൾട്ര, അതുപോലെ തന്നെ വിവോ X300 അൾട്ര, പിന്നെ ഷവോമി 17 അൾട്ര, ഈ അൾട്രാ ഫോണുകളുടെ അൾട്ര ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫോണാണെന്ന് പറയും. ഇതാണ് ഗൈസ് ഓപ്പോ Find X9 അൾട്ര. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, കഴിഞ്ഞ Find X9s റിവ്യൂവിൽ വരെ ഞാൻ പറഞ്ഞാണ് ഈ ഓപ്പോൻ്റെ പ്രീമിയം ലെവൽ ഫോണുകളിലൊക്കെ ബോക്സുകൾ ഒരു സിൽവർ കളറിലാണ് വരാറുള്ളത്, വലിയ പ്രീമിയം ലുക്കൊന്നും ഇല്ലാന്ന്. ഓപ്പോക്കാർ ഇങ്ങനെ കൊടുക്കുള്ളൂ. ലോ ബഡ്ജറ്റ് ആണെങ്കിലും നല്ല ബഡ്ജറ്റ് ആണെങ്കിലും ഈ ഒരു സെയിം ബോക്സ് തന്നെയാണ് കൊടുക്കുള്ളൂ. ഒന്നും ഓപ്പോനെ ആ ബോക്സിൻ്റെ ഒക്കെ ഭംഗി കൂട്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതവർ കേട്ടോന്ന് സംശയമുണ്ട്. കാരണം അത്രയും പ്രീമിയം ആയിട്ടുള്ളൊരു ലുക്കിലാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കില്ല ഈ ഒരു സാധനം അങ്ങോട്ട് വാങ്ങിക്കുക, അതാണ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സൊന്നും അറിയും, എല്ലാം അറിയും. സോ അമ്മാതിരി ഒരു പ്രീമിയം പാക്കിംഗ് ആണ്. നമുക്ക് ജസ്റ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അൺബോക്സ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഐഫോണൊക്കെ അങ്ങനെ വലിച്ചു കയറുന്ന മൊത്തം പരിപാടിയല്ല. ഇത് ശരിക്കും എന്താ പറയുക, ഒരു ക്യാമറ ഒക്കെ വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുന്ന മൊത്തം പരിപാടിയാണ്. രണ്ട് കൈ കൊണ്ട് പിടിച്ചില്ലെങ്കിൽ വീഴും. ഫോൺ ഇതിനകത്തില്ല കേട്ടോ, ഞാൻ ഓൾറെഡി പുറത്തെടുത്ത് വെച്ചേ. കണ്ട ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഒരു പരിപാടിയൊക്കെയാണ് ഗൈസ്. ഒരു ഗ്രീറ്റിംഗ് കാർഡ് പോലെ ഓപ്പോ Find X9 ക്രിയേറ്റ് വിത്ത് ഫൈൻഡ്. ഇതിനുള്ള വല്ലതും ഉണ്ടോ? ഇല്ല. സോ ഇങ്ങനെ ഒരു പേപ്പറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു വൈറ്റ് കളർ ഒരു സംഭവം, നമ്മുടെ ഫോൺ വെച്ചിരിക്കുന്ന സംഭവം. പിന്നെ 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ, അതിൻ്റെ കേബിൾ PD ചാർജർ ആയിരിക്കും കേട്ടോ എന്തായാലും. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു കേസും ഉണ്ട്. സോ ഇത്രയും സാധനങ്ങൾ കിട്ടുന്ന ഒരു കിഡിലെ ലുക്ക് ബോക്സ് ഉണ്ട്. ഇവിടെ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട് ഈ ബോക്സിന്. സോ പ്രീമിയം ബോക്സിങ് ആയതുകൊണ്ട് ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മുടെ കഥയിലെ നായകൻ Find X അൾട്ര എന്ന് പറയുന്ന ഐറ്റം ഇതാണ് ഗൈസ്. ഡിസൈനിങ് എന്നൊക്കെ പറഞ്ഞാലുള്ള വേറെ ലെവൽ ഡിസൈനിങ് ആണ് ഇത്തവണ ഓപ്പോ പിടിച്ചേക്കുന്നത്. ഈ ക്യാമറ ബമ്പൊക്കെ ഉണ്ടല്ലോ, ഒരു എക്സഗൺ ഷേപ്പ് ആക്കിയേക്കാണ്. ഈ മൊത്തം ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ ഹാസൽബ്ലാഡിൻ്റെ X2D100 എർത്ത് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാമറയുടെ ഇൻസ്പയർ ചെയ്തിട്ടാണെന്ന് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് കണ്ടില്ല, ഇവിടെ ക്യാമറ ആ ഹോൾഡറിൻ്റെ പോലെയൊക്കെ സെപ്പറേഷനൊക്കെ കൊടുത്തിട്ട് ബാക്കിൽ ആ ഒരു ടെക്സ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ഒരു ക്യാമറ റിങ് പോലെയൊക്കെ തന്നെ കൊടുത്തിട്ട് ആ ഒരു ക്യാമറയുടെ ഒരു ഇൻസ്പിറേഷനാണ് ഈ ഒരു ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. അത് കലക്കി എന്തായാലും. ഈ X300 അൾട്രയുടെ ഡിസൈനേക്കാൾ എനിക്ക് ഒരുപാട് ഈ ഒരു ഫോൺ ഇഷ്ടപ്പെട്ടു. കാരണം ഇത് കുറച്ച് വെറൈറ്റി ഉണ്ട്. നല്ല സ്ക്വയർ എഡ്ജസ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പിടിക്കാനും ഭയങ്കര ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ആ ബാക്കിൽ ആ ഒരു ടെക്സ്റ്റേഴ്സ് ആണെങ്കിലും അടിപൊളിയാണ്. ഇവിടുത്തെ ബാഡ്ജിങ്, ഓപ്പോൻ്റെ ആണെങ്കിലും ഹാസൽബ്ലാഡിൻ്റെ ആണെങ്കിലും ബാഡ്ജിങ് അടിപൊളിയായിട്ടുണ്ട്. ആ ക്യാമറ അറേഞ്ച്മെൻ്റ് ഒക്കെ അടിപൊളിയാണ്. ക്യാമറനെ പറ്റി പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒന്നും നിർത്താൻ പറ്റില്ല ഗൈസ്. എന്തായാലും നമുക്ക് ഇത് നിർത്തിയിട്ട് ബാക്കി സ്പെക്കിനെ പറ്റി പറഞ്ഞിട്ട് ക്യാമറ കുറച്ചുകൂടി കൂടുതൽ സംസാരിക്കാം. ഡിസൈനെ പറ്റി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ 235 ഗ്രാംസിൻ്റെ വെയിറ്റ് ആണ് വരുന്നത്. 8.7 mm തിക്നെസ് ആണ് വരുന്നത്. നമുക്കിവിടെ ഒരു ക്യാമറ സൂമിങ് പരിപാടിയൊക്കെയുള്ള ആ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 17 പ്രോയിലൊക്കെ കണ്ട പോലത്തെ അല്ല, 16 പ്രോയിലൊക്കെ കണ്ട പോലത്തെ. അതുപോലെ തന്നെ ഒരു ആക്ഷൻ ബട്ടൺ പോലത്തെ ഒരു ബട്ടൺ ഉണ്ട്. ടോട്ടൽ 1 2 3 4 ബട്ടൺസാണ് ഈ ഒരു ഫോണിന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫ്ലാഷ്, അത് ഹെവി ആയിട്ടുള്ളൊരു ഫ്ലാഷാണ്. അത് നമുക്ക് അതിൽ ആ ഒരു ക്യാമറ സെഗ്മെൻറ്റിൽ കൂടുതലും സംസാരിക്കാം. അതുപോലെ തന്നെ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ൻ്റെ ഫ്രണ്ട് പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ബാക്കിൽ ഈ ഒരു മോഡലിൽ നമുക്കൊരു ലെതർ ഫിനിഷ് ആണ് വരുന്നത്. കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഒന്ന് ഈ ഒരു കളറും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഓറഞ്ച് കളറും വരുന്നുണ്ട്. ഒരു എന്താ പറയുക, മൗണ്ടൻസിനൊക്കെ ആ ഒരു റെഡ് കളർ മൗണ്ടൻസ് ഒക്കെ അല്ലേ, കാനിയൻസ് അങ്ങനെ സംഭവമില്ലേ, ആ സംഭവത്തിന് ഇൻസ്പയർ ചെയ്തിട്ട് ഉള്ളൊരു കളറാണ് വരുന്നത്. അതും അല്ല അത്യാവശ്യം അടിപൊളിയാണ്. പക്ഷേ ആ ഒരു കളറൊക്കെ എടുത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലിൻ്റെ അടുത്ത മോഡൽ ഇറങ്ങുമ്പോൾ ആ കളറൊക്കെ പെട്ടെന്ന് ട്രെൻഡ് ഔട്ട് ആവും. പക്ഷേ ഇങ്ങനത്തെ കളർ എടുക്കുകയാണെങ്കിൽ ഒരിക്കലും ട്രെൻഡ് ഔട്ട് ആവില്ല. അപ്പോൾ മാക്സിമം ഈ കളർ എല്ലാവരും എടുക്കാൻ നോക്കട്ടെ. പിന്നെ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. USB 3.2ൻ്റെ സപ്പോർട്ടാണ് വരുന്നത്. ഡുവൽ സ്പീക്കർ സപ്പോർട്ടാണ് വരുന്നത്. എന്ന് വേണ്ട എല്ലാവിധ പരിപാടികളും നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് നമുക്ക് ഡിസൈൻ സൈഡിൽ നിന്ന് പറയാനുള്ളത്. പിന്നെ ഈ ഒരു ക്യാമറയുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ റിങ് ഇവിടെ കാണാൻ പറ്റൂട്ടാ. ഈ ഒരു ഗോൾഡൻ റിങ് ഈ ഒരു ഫോണിന് കൊടുക്കുന്ന ആ ഒരു പ്രീമിയം ഫീല് വേറെ തന്നെയാണ്. ഇനി പെർഫോമൻസിനെ പറ്റിയിട്ടൊന്നും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. അടിപൊളി പെർഫോമൻസ് ആണ് തരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 3 nm ചിപ്സെറ്റ് ആണ് വരുന്നത്. UFS 4.1ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പെർഫോമൻസ് സൈഡിൽ നിന്നൊക്കെ 10 out of 10 തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഫോണിൽ ഇത്രയും വലിയ ബാറ്ററി ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. X300 അൾട്രയിൽ പോലും ഇല്ല ഇത്ര ബാറ്ററി. ഇതിൽ വന്നിരിക്കുന്നത് 7050 mAh, അതായത് 7050 mAh ബാറ്ററിയാണ്. അതും 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട്. 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. ചാർജർ നമുക്ക് ബോക്സിൽ അവൈലബിൾ ആണ്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഇനി ഫോൺ
ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 6.8 ഇഞ്ച് സൈസുള്ള ഒരു LTPO AMO LED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. 144 Hz തുടങ്ങിയിട്ടുള്ള എല്ലാവിധ പരിപാടികളും ഈ ഒരു സംഭവത്തിലുണ്ട്. ഞാൻ അതിൻ്റെ ടെക്സ്റ്റായിട്ട് നിങ്ങൾക്ക് താഴെ കൊടുക്കാം. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഡിസ്പ്ലേ സൈഡിൽ നിന്നും വേറെ ലെവലാണ്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ ColorOS 16 സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അടിപൊളി സോഫ്റ്റ്വെയർ ആണ്. കമ്പാരിറ്റീവ്ലി ചൈനീസ് സോഫ്റ്റ്വെയറുകളിൽ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ഓപ്പോൻ്റെ ColorOS എന്ന് പറയുന്നത്. അത്യാവശ്യം സ്മൂത്താണ്, അത്യാവശ്യം സ്നാപ്പിയാണ്, നമുക്ക് എല്ലാ AI പരിപാടികളും കിട്ടുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നൊക്കെ അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ക്യാമറ സൈഡിലേക്ക് അങ്ങോട്ട് കടക്കാം. ക്യാമറ സൈഡിലേക്ക് നോക്കുമ്പോൾ പുറകിൽ ടോട്ടലി 5 ക്യാമറയാണ് വരുന്നത്. അതിൽ 2 പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ഉണ്ട്. എടാ, ഈ ക്യാമറയുടെ പുറകിൽ നോക്കിയാണല്ലോ 2 കുഴി കാണാൻ പറ്റും. 2 കുഴി അമ്മാതിരി ഡെപ്തിലുള്ള 2 പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസുകളാണ് ഇതിലവന്മാർ കൊടുത്തിരിക്കുന്നത്. അതിലൊന്ന് 200 മെഗാപിക്സലും ഒന്ന് 50 മെഗാപിക്സലും. നമ്മുടെ S26 അൾട്രയിൽ അതിൽ 2 ടെലിഫോട്ടോ ലെൻസ് ഉണ്ടെന്ന് ഞാൻ ആ കഴിഞ്ഞ റിവ്യൂ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എടാ, അത് ഒരെണ്ണം 50 മെഗാപിക്സലും ഒന്ന് 10 മെഗാപിക്സലുള്ളൂ. ഇതിൽ മെയിനായിട്ട് വരുന്ന 3x ടെലിഫോട്ടോ ലെൻസ് 200 മെഗാപിക്സലാണ്. അതുപോലെ 10x ലെൻസ് വരുന്നുണ്ട്. ഇന്നത്തെ കാലത്തൊന്നും 10x BBKക്കാർ കൊടുക്കാറില്ല. 3.5 അല്ലെങ്കിൽ 3x ഒക്കെ കൊടുക്കാറുള്ളത്. ആ ഒരു ടൈമിൽ 10x ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. അതായത് ഓൾറെഡി 10x ഡിസ്റ്റൻസിൽ ഒപ്റ്റിക്കൽ സൂം കിട്ടുന്ന ലെൻസാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നത്. അതും 50 മെഗാപിക്സൽ ലെൻസ് ഇരിക്കുന്നത്. ഇനി ആ ഒരു പെരിസ്കോപ്പ് ടെലിഫോട്ടോൻ്റെ ടെക്നോളജി പറയുകയാണെങ്കിൽ കോണ്ടപ്പിൾ പ്രിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ് അതിൽ വെച്ചേക്കണേ. അതായത് 5 ലെയർ മറ്റേ റിഫ്ലക്ഷൻ ചെയ്യാനുള്ള മിറർ ഇങ്ങനെ മടക്കി 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 വെച്ചിരിക്കുന്ന പോലെയാണ് വെച്ചിരിക്കുന്നത്. അതായത് അത്രയും നീളമുള്ള ഒരു ലെൻസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തി കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ് ആ ഒരു ലെൻസിൻ്റെ പ്രത്യേകത. 50 മെഗാപിക്സലിൻ്റെ 10x ലെൻസ്. സോ ടോട്ടൽ ഇതിൻ്റെ ക്യാമറകളുടെ പേരുകൾ ഏതൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒന്ന് അൾട്രാ വൈഡ് 50 മെഗാപിക്സലിൻ്റെ, പിന്നെ ഒന്ന് 200 മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ, അതുപോലെ 200 മെഗാപിക്സലിൻ്റെ 3x പെരിസ്കോപ്പ് ടെലിഫോട്ടോ, അതുപോലെ 10xൻ്റെ സൂം കിട്ടുന്ന 50 മെഗാപിക്സലിൻ്റെ മറ്റൊരു പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ്, അതേപോലെ ഒരു ട്രൂ കളർ ക്യാമറ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ലൈവ് കളേഴ്സ് പ്രോപ്പറായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൂ കളർ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 5 ക്യാമറയാണ് ഇതിൻ്റെ പുറകിൽ വരുന്നത്. എടാ, എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു ബ്രാൻഡിനും ഇമാതിരി ക്യാമറ സെറ്റപ്പ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. 3x ഒപ്റ്റിക്കലിൻ്റെ വീഡിയോ ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരണം വെച്ചാൽ 3x ഒപ്റ്റിക്കൽ വീഡിയോയിൽ നമ്മൾ വീഡിയോ എടുത്താൽ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ വരും. ഒരു വേറെ ലെൻസിൻ്റെ സപ്പോർട്ടും വേണ്ട. ഈ ഒരു സംഭവത്തിന് തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ വരും. 10xൻ്റെ ലെൻസ് ഇട്ട് വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി നിൽക്കേണ്ട അവസ്ഥയാവും. കാരണം അത് സൂം ലെൻസ് ആണല്ലോ. പക്ഷെ അത് വെച്ചെടുക്കുന്ന വീഡിയോ വരെ വേറെ ലെവലാണ്. 17 Pro ഒക്കെ ഇതിൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫീച്ചറിൻ്റെ മുന്നിൽ മുട്ടുകുത്തും. മിക്കവാറും മറ്റേ ടിം കുക്ക് പോയതല്ലേ, ഇനി അതോടുകൂടിയിട്ട് ആപ്പിളിൻ്റെ പണി തീരുന്നത് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ആപ്പിളുകാർ വേറെ എന്തെങ്കിലും ഇനി പിടിച്ചാലേ നിൽക്കാൻ പറ്റുള്ളൂ. കാരണം അമ്മാതിരി ടൈറ്റ് കോമ്പറ്റീഷനാണ് ഓപ്പോ ഫൈൻഡ് X9 എന്ന് പറയുന്ന സാധനം നമ്മുടെ ഐഫോണിന് കൊടുക്കാൻ പോകുന്നത്. ഇതിൽ ഓപ്പോ ഫൈൻഡ് X9 അൾട്രയിൽ കുറച്ചുകൂടി ഫാസ്റ്ററായിട്ട് ഫോട്ടോസ് പ്രോസസ്സിങ് ആവേണ്ടതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ഒരു ഫോണിൽ നമുക്ക് 300mm ഒരു എക്സ്ട്രാ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ ടെലി ലെൻസ് എക്സ്റ്റൻഡർ ഇതിൽ വെക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി സൂം ചെയ്ത് ഫോട്ടോ എടുക്കാൻ പറ്റും. അത് ആവശ്യമുള്ളവർ വെച്ചാൽ മതി. അതിലൊന്നും ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ 10x സൂം ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സെറ്റപ്പായിട്ട് ഇതിൽ കിട്ടും. 50 മെഗാപിക്സലിൻ്റെ ഞാൻ പറഞ്ഞ ആ 10xൻ്റെ സെൻസറാണ്. നിങ്ങൾക്ക് സൈസ് കാണണ്ട, അവിടെ ഒരു കുഴി പോലെയാണ് ഇതിൽ കാണണ്ട. ഞാൻ മറ്റേ ബി റോൾസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണണ്ടാവും. എടാ, സത്യം പറഞ്ഞൊരു കുഴി പോലെയാണ് ആ സാധനം. ആ സാധനത്തിൻ്റെ സെൻസർ സൈസ് എത്ര പറഞ്ഞോ? 1/2.75 ഇഞ്ചാണ് അതിൻ്റെ സൈസ് വരുന്നത്. എടാ, ശരിക്കുള്ള ക്യാമറയുടെ സൈസ് പോലെ ആയി തുടങ്ങി ഈ സാധനങ്ങൾ. കണ്ടാ ഇരിക്കും നോക്കി, ആ മുകളിലത്തെ ക്യാമറ കണ്ടാ, അതിൻ്റെ അപ്പുറത്തെ ക്യാമറയ്ക്ക് നോക്കി, ഒക്കെ കുഴിയിൽ കൊണ്ടുവച്ചാൽ വേണ്ട. ഇവിടുത്തെ ക്യാമറക്ക് എല്ലാം ഒരു സെപ്പറേറ്റ് ഡെപ്തിൽ കൊണ്ടുവച്ചേക്കണ പോലെ. കാരണം അത്രയും ഡെപ്ത് ഉണ്ട് ക്യാമറകൾക്ക്. സോ ഇത്രയും വലിയ സെൻസറുകളുള്ള ഫോണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞാൻ ഉപയോഗിക്കാത്ത ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഹോണറൊക്കെയാണ്. അല്ലാത്ത ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങുന്ന എല്ലാ ബ്രാൻഡുകളും നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ ഞാൻ റിവ്യൂ എടുത്തുള്ളത് നമ്മുടെ ജപ്പാൻ സ്കോറിൽ നിന്നാണ്. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓഫറിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിൽ പോയാൽ മതി. ഈ ഫോൺ ഒരു പ്രീമിയം ഫോൺ ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അടിപൊളി ഗിഫ്റ്റുകൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇതിലത്തെ ഫ്ലാഷ് ഉണ്ടല്ലോ, മറ്റേ ലൂമോ അൽഗരിതം വെച്ച് വർക്ക് ചെയ്യുന്ന ഫ്ലാഷാന്ന് പറയണേ. കിഡിലൻ ഫ്ലാഷാണ്. അത്യാവശ്യം നല്ല ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലാഷ് എഫക്റ്റീവായിട്ട് കിട്ടും. ശരിക്കും നമ്മുടെ പണ്ടത്തെ ക്യാമറ ഇല്ലേ, ഫ്ലാഷ് അടിച്ച് ഫോട്ടോ റെക്കോർഡ് ചെയ്യുന്ന പരിപാടി, അത് ഫ്ലാഷിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്യാമറ, അതിൻ്റെ മാതിരത്തെ സെൻസർ ഫ്ലാഷാണ് ഇതിൽ വരുന്നത്. ഞാൻ വേണമെങ്കിൽ ഫ്ലാഷ് അടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്കത് ഈ ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞാൽ ട്രൈ അടിക്കാം. വന്നാൽ
എന്തോരം പവർഫുൾ എന്ന് നോക്കി. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് ലൈറ്റ് വരുന്ന അതിനായിരിക്കട്ടെ കുറച്ച് എഫക്റ്റ് കുറവ്. നേരിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കറക്റ്റ് കാര്യം മനസ്സിലാവും. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് 10 ബിറ്റ് ലോഗ് 2 എന്ന് പറയുന്ന ഫോർമാറ്റിൽ നമുക്ക് 4K 120 FPS വീഡിയോ എടുക്കാൻ പറ്റും. റിയർ ക്യാമറയിൽ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞത് 8K 30 FPS ആണ്. 4K 120 FPS വീഡിയോ എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് 4K 60 FPS എടുക്കാൻ പറ്റുള്ളൂ, 120 എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പോർട്രേറ്റ് വീഡിയോസ് അടിപൊളിയാണ്. ഫ്രണ്ട് ക്യാമറയിലാണെങ്കിലും ബാക്ക് ക്യാമറയിലാണെങ്കിലും പോർട്രേറ്റ് വീഡിയോസ് അടിപൊളിയാണ്. 10x പോർട്രേറ്റ് ഫോട്ടോസ് അടിപൊളിയാണ്. പക്ഷേ 10x പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് അകലെ പോയി നിൽക്കേണ്ടി വരും. നമ്മുടെ S23 അൾട്രയിലൊക്കെ 10x ഉണ്ടായിരുന്നു. പിന്നെ S24 ആയപ്പോഴേക്കും അവന്മാർ 5x ആക്കി. കാരണം 10x എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ സംഭവമല്ല, സൂമിങ് പരിപാടിക്ക് അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഇവന്മാർ 2 പെരിസ്കോപ്പ് ടെലിഫോട്ടോ കൊടുത്തേക്കണേ. ഒരെണ്ണം 3x, അത് നമുക്ക് നോർമൽ ഡിസ്റ്റൻസിൽ എടുക്കാനുള്ള പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനുള്ള ലെൻസ്. ഒരെണ്ണം 10x സൂമിങ് പരിപാടിക്ക് വേണ്ടി മാത്രം. പിന്നെ ഇതിൽ നമ്മൾ ആ ഒരു ടെലി ലെൻസ് എക്സ്റ്റൻഡർ വെച്ച് കഴിഞ്ഞാൽ അതിന് സ്പെഷ്യലായിട്ടൊരു മോഡ് ഉണ്ട്. അതുപോലെ തന്നെ എക്സ്പാൻഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ പണ്ടത്തെ ക്യാമറകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു ലേഔട്ടൊക്കെ ആയിട്ടുള്ളൊരു മോഡ് വരുന്നുണ്ട്. അത് ഹാസൽബ്ലേഡിൻ്റെ എല്ലാ ഫോണുകളിലും ഈ ഒരു എക്സ്പാൻഡ് മോഡ് വരുന്നുണ്ട്. നമ്മുടെ Find X9Sലും ആ ഒരു എക്സ്പാൻഡ് മോഡ് ഉണ്ടായിരുന്നു. പോർട്രേറ്റ് ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നല്ല നാച്ചുറൽ ടോണിലാണ് നമുക്ക് കിട്ടുന്നത്. 200 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് സെൻസർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഓരോ ഫോട്ടോസിനും കിട്ടുന്നുണ്ട്. സെൽഫി ഫോട്ടോസ് ആണെങ്കിലും അത്യാവശ്യം നല്ല റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. ഈ ഫോണിൽ 2 ടെലിഫോട്ടോ ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ 50 മെഗാ പിക്സലിന്റെ 10x സൂമിൽ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ട്. 10x ടെലിഫോട്ടോ ലെൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലെൻസ് എക്സ്റ്റൻഡർ ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ ബേർഡിന്റെ ഒക്കെ ഫോട്ടോസ് എടുക്കാൻ പറ്റും. മച്ചാമാരെ, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ Oppo Find X9 അൾട്രയുടെ ഫ്രണ്ട് ക്യാമറയിലെ 4K 60 FPS വീഡിയോ ക്വാളിറ്റിയാണ്. സോ അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് വിഷ്വൽസ് കിട്ടണം. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിലെ പോർട്രേറ്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്രണ്ട് ക്യാമറയിൽ പോർട്രേറ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് മോഡല്ല കൊടുത്തിട്ടുള്ളത്. പകരം നമ്മുടെ ഈ സെയിം മോഡിൽ നമുക്കൊരു അപ്പർച്ചർ എഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ നമുക്ക് മിനിമം വാല്യൂ ആയിട്ടുള്ള 1.4 ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറുള്ള പോർട്രേറ്റ് വീഡിയോ കിട്ടും. അടിപൊളി എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് വ്ളോഗിങ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഫ്രണ്ട് ക്യാമറ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. സോ ഞാൻ ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. ഇതുവരെ ഞാനും വിചാരിച്ചിരുന്നത് നമ്മുടെ ഐഫോണിൻ്റെ വീഡിയോ ആണ് അടിപൊളി എന്നാണ് വിചാരിച്ചിരുന്നത്, എസ്പെഷ്യലി സിനിമാറ്റിക് വീഡിയോ ഒക്കെ. പക്ഷേ പോർട്രേറ്റ് വീഡിയോ ഇതും അടിപൊളിയായിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ എടുക്കുന്ന പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. ഐഫോണിൽ പറയുമ്പോൾ പക്ക നമ്മുടെ സ്കിൻ ടോണൊക്കെ ഒരു ചേഞ്ചൊക്കെ വരുത്തിയിട്ടുള്ള സംഭവമല്ല. പക്ഷേ ഇത് ഒരു പ്രൊഫഷണൽ ക്യാമറ എടുക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറയിൽ വൈഡ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ X300 അൾട്രയിലും ഈ ഒരു സെയിം സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് വീഡിയോ ക്വാളിറ്റി സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വൈഡ് വീഡിയോയിൽ പോർട്രേറ്റ് വീഡിയോ സപ്പോർട്ട് ഇതിൽ കാണുന്നില്ല. മേ ബി ഒരു അപ്ഡേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കും. നമ്മുടെ X300 അൾട്രയിൽ ആ ഒരു സമയത്ത് വൈഡ് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു പോർട്രേറ്റ് വീഡിയോ എഫക്റ്റ്, ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന എഫക്റ്റ് കിട്ടിയിരുന്നു. ഇതിലതില്ല. അതർവൈസ് വീഡിയോ ക്ലാരിറ്റി ഒക്കെ വേറെ ലെവലാണ്. നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരു ഗോപ്രോ എഫക്റ്റിലൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അത്രയും ക്ലാരിറ്റിയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് വൈഡ് വീഡിയോസ്. ഇത് 10x ആണ്, 6x ഡിജിറ്റൽ, 3x, 2x, 1x, again 10x. ഈ ഒരു ക്വാളിറ്റിയിലാണ് നമുക്ക് ഇതിൻ്റെ 200 മെഗാ പിക്സൽ സെൻസറിൽ, അതായത് മെയിൻ സെൻസറിൽ വീഡിയോ എടുക്കാൻ പറ്റുക. അത്യാവശ്യം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാധാരണ വീഡിയോകളിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ ഷാർപ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ അത് കംപ്ലീറ്റ്ലി സ്മൂത്ത് ആയിട്ടുള്ള ഒരു പോലത്തെ ഒരു ഫീലാണ് വരുന്നത്. അത്യാവശ്യം ഫോക്കസിങ് പരിപാടികളൊക്കെ വരുന്നുണ്ട്. സോ മെയിൻ ക്യാമറ വീഡിയോ അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾ കാണുന്നത് അതേ മെയിൻ ക്യാമറയിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഓൺ ആക്കിയിട്ടുള്ള വീഡിയോ ആണ്, അതായത് പോർട്രേറ്റ് വീഡിയോ ആണ്. അതിലും അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മുടെ വോയിസ് കുറച്ച് അകലെയാണെങ്കിൽ പോലും നല്ല രീതിക്ക് അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. സോ വീഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ 3x പെരിസ്കോപ്പ് ടെലിഫോട്ടോ എടുക്കുന്ന വീഡിയോ. 200 മെഗാ പിക്സലാണ് വരുന്നത്. നമുക്ക് 4K 60 FPS അല്ലെങ്കിൽ 120 FPS ഒക്കെ ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാച്ചുറലി ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബ്ലർ വരും. ഇത് പോർട്രേറ്റ് മോഡ് വീഡിയോ അല്ല, അല്ലാതെ തന്നെ നാച്ചുറലി ഒരു ബ്ലർ വരുന്നുണ്ട്. അതാണ് ഈ ഒരു ഫോണിൻ്റെ വീഡിയോ ക്വാളിറ്റി. ഫോട്ടോ ആൻഡ് വീഡിയോ ക്വാളിറ്റി ഓവറോൾ ബെറ്റർ ആണെങ്കിലും ഇതുപോലെ ചില സമയങ്ങളിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് സബ്ജക്റ്റും ബാക്ക്ഗ്രൗണ്ടും ഒരേപോലെ ബ്രൈറ്ററായിട്ട് നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. വിവോ എന്ന് പറയുന്ന ഫോണിനേക്കാൾ കുറച്ചുകൂടി എനിക്ക് ക്യാമറ ഇഷ്ടപ്പെട്ടതാണ്. കാരണം വിവോയിൽ 200 മെഗാ പിക്സലിൻ്റെ 3x ലെൻസ് ഉണ്ട്.
പിന്നെ 200 മെഗാസിൻ്റെ മെയിൻ സെൻസറും പിന്നെ 50 മെഗാസിൻ്റെ വൈഡ് ക്യാമറയും പിന്നെ ഒരു മറ്റേ സെൻസറാണുള്ളത്, മറ്റേ ഓട്ടോ ഫോക്കസിൻ്റെ ഒരു ലേസർ സെൻസർ പോലത്തെ ഒരു സെൻസറാണുള്ളത്. പിന്നെ 5 MP ഒരു ട്രൂ കളർ ക്യാമറ ഉള്ളത്. പക്ഷേ ഇതിലുള്ള ആ ഒരു 10x 50 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ അതിൽ മിസ്സിംഗ് ആണ്. അതുകൊണ്ട് പോലെ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഇത്തവണ ഓപ്പോ കൊണ്ടുപോയിട്ടാ ഒന്നും പറയാനില്ല. സോ പിന്നെ കുറേ മോഡുകൾ, ഫോട്ടോസിൻ്റെ മോഡും അതിൻ്റെ മോഡുകളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇതിൻ്റെ നെഗറ്റീവ്സ് എനിക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ ക്യാമറ പമ്പ് കുറച്ച് പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ വിവോ X300 അൾട്ര ക്യാമറ പമ്പ് ഭയങ്കര വലുതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ക്യാമറ പമ്പ് സ്ലിമ്മാണ്. ഇത് ഓവറോൾ പ്രീമിയം. നിങ്ങൾക്ക് ഒരു പ്രീമിയം ഫോൺ വേണം, നിങ്ങൾക്ക് നല്ല എക്സ്പെരിമെൻ്റ് ലെവൽ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ചെയ്യണം, ഓപ്പോ ബ്രാൻഡ് ഓക്കെയാണ്. ഓപ്പോ ബ്രാൻഡ് ഓക്കെ അല്ലെങ്കിലും ഇത് ഓക്കെ ആവും, കാരണം അമ്മാതിരി സെറ്റിങ്സാണ്. നിങ്ങൾക്ക് ട്രാവല് അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒക്കെ നടത്തണം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ടെലിഫോട്ടോ എക്സ്റ്റൻഡർ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സൂം ചെയ്ത് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഫോണായിട്ടാണ് ഇത് ഫീൽ ചെയ്തത്. കഴിഞ്ഞ ഒരു 5 ദിവസമായിട്ട് ഞാൻ ഈ ഫോൺ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ 5 ദിവസത്തിൽ എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ചൈനീസ് UIകളുടെ ആ ഒരു ഭംഗി കുറവ് ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. ആ ഒരു ഭംഗി കുറവ് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ഞാൻ അതിനോട് യൂസ്ഡ് ടു ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊഴികെ ബാക്കി ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പോയി എടുത്തോ. പിന്നെ ഈ ഐഫോൺ ഉപയോഗിച്ചിട്ട് അതിലോട്ട് കംപ്ലീറ്റ്ലി സിങ്ക് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിലോട്ട് വരുമ്പോൾ ചില ഫീച്ചേഴ്സൊക്കെ അതിൽ മിസ്സിങ് ആണ് എന്ന് തോന്നും. പക്ഷേ ഇത് ഒരു 6 മാസം ഉപയോഗിക്കുമ്പോഴേക്കും തിരിച്ച് ഐഫോണിലേക്ക് പോകാൻ പറ്റാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ ആവും. കാരണം അമ്മാതിരി അടിപൊളി പരിപാടികളാണ് വരുന്നത്. പിന്നെ ഇപ്പോൾ അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ iOS-ഉമായിട്ട് സെൻഡ് ചെയ്യാനും മറ്റേ എയർ ഡ്രോപ്പ് ചെയ്യാനും തിരിച്ച് ഇങ്ങോട്ട് ക്വിക്ക് ഷെയർ വഴി വാങ്ങിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് ഐഫോണിൻ്റെ ആ ഒരു എക്കോസിസ്റ്റത്തിലേക്ക് പതുക്കെ ആൻഡ്രോയിഡ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ആ ഒരു പ്രശ്നമില്ല. സോ പിന്നെ നമുക്ക് ആപ്സ് വേണമെങ്കിൽ പല സ്ഥലത്തുനിന്നും പല റിസോഴ്സിനും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതാകുമ്പോൾ ഐഫോൺ ആകുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഫയൽ മാനേജർ ഉണ്ട്, പ്രോപ്പറായിട്ടുള്ളൊരു ഫയൽ മാനേജർ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. വീഡിയോ എങ്ങനെ വേണമെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിൽ എടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ പരിപാടികളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഗാലറിയിലുള്ള ഫോട്ടോ ഇതിലുള്ള ഫോട്ടോ അതിലില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെയാണോ ഇതുള്ളത് അത് അവിടെയും കാണും. അങ്ങനെ നമുക്ക് എങ്ങനെയൊക്കെ എന്താ പറയുക, ഷെയറിങ് ഓപ്ഷൻസ്, അതിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ നോക്കുമ്പോൾ അടിപൊളിയാണ്. ഐഫോണിൽ ഉപയോഗിക്കുന്ന iOS-ൻ്റെ എക്സ്പീരിയൻസ് ആണ് എനിക്കിപ്പോൾ അതിൽ ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ കുറവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ ചെയ്യാം. എനിക്ക് പ്രത്യേകിച്ച് ഒരു നെഗറ്റീവും ഈ ഒരു ഫോണിനെ പറ്റി പറയാനില്ല. ഫോൺ ഹെവിയാണ്, ലാർജാണ്, പക്ഷേ അതിനുള്ള മുതലുണ്ട് സാധനം. നിങ്ങളൊരു പ്രൊഫഷണൽ വീഡിയോഗ്രാഫി നോക്കുന്നതല്ല, പക്ഷേ നിങ്ങൾ ക്യാമറ എടുത്തിട്ട് വീഡിയോഗ്രാഫി ഒരു ഹോബിയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ചിന്ത മാറ്റി വെച്ചോ, ഇതെടുത്താൽ മതി. വ്ളോഗിങ് പർപ്പസ്, ഈ എന്താ പറയുക, ഈവൻറ്റ്സ് ഷൂട്ട് ചെയ്യാൻ, ഈവൻ കല്യാണങ്ങൾ വരെ X200 നമ്മൾ ഷൂട്ട് ചെയ്യണത് കണ്ടു. ഈ സംഭവത്തിൽ അതിനേക്കാൾ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം അത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരിപാടികളാണ് വന്നത്. ക്യാമറ സെൻസറിന് നോക്കിയാൽ പോലെ വാരിയാണ് വെതറേക്കാണ് ക്യാമറ സെൻസറുകൾ. സോ അത്ര പറയാനുള്ളൂ ഗൈസ്. അടുത്തൊരു വീഡിയോ കാണാമായിരിക്കും. ബൈ. ജിനോ ടെക് വ്ളോഗ്സ്. ലവ് യു ആൾ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ 3 ആൾക്കാരുണ്ട്. ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഇതുപോലത്തെ വീഡിയോസ് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഡിവൈസുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ. ജിനോ ടെക് വ്ളോഗ്സ്.